നമ്മളങ്ങനെ വീരാണി ആളൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഏകദേശം സ്റ്റാർട്ടിങ്. നമ്മളങ്ങനെ പോകുന്ന വഴിയിൽ ഭയങ്കരമായിട്ട് മഴ തുടങ്ങി. നമ്മളങ്ങനെ ഒരു കടയുടെ സൈഡിൽ കയറി നിൽക്കുകയാണ്. അങ്ങനെ മഴയും കൊണ്ട് നിന്നപ്പോൾ വയറ് ഭയങ്കരമായിട്ട് വിശക്കാൻ തുടങ്ങി. പിന്നെ പോകുന്ന വഴിയിൽ ഒരു കടയിൽ കയറി ബിരിയാണി കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. നമ്മളങ്ങനെ ബിരിയാണി കഴിച്ചിട്ട് പുറത്തിറങ്ങി. പക്ഷേ പുറത്ത് ഭയങ്കര മഴയാണ്. നമുക്ക് മഴ തോന്നുകയാണെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് നമുക്ക് പോവാം. നമ്മളങ്ങനെ വീരാണി ആളൂർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്നാണ് ഏകദേശം സ്റ്റാർട്ടിങ്. അപ്പോൾ നമ്മൾ ഇവിടെ കണ്ടപ്പോഴത്തേനും നല്ലൊരു ഭംഗിയുള്ളൊരു വിഷ്വലി ബ്യൂട്ടിഫുൾ ആയിട്ടൊരു പ്ലേസ് കണ്ട് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. വീരാണി ആളൂരാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. അതിമനോഹരമായ നെൽവയലുകളും ഭൂപ്രകൃതിയും കൊണ്ട് നിറഞ്ഞ ഒരു അത്യുഗ്രൻ സ്ഥലം. അവിടെയാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ കുറച്ചുകൂടി മുമ്പിലോട്ട് പോയപ്പോൾ നമ്മൾ അടുത്തതായി കാണുന്ന ഒരു സ്ഥലത്താണ് എത്തിയത്. അവിടെ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്കൊരു പഴയ ഒരു അമ്പലം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കുറേ വർഷങ്ങളായിട്ട് പൊളിഞ്ഞു കിടക്കുന്ന ഒരു പഴയ ഒരു അമ്പലമാണ്. എന്തുകൊണ്ടാണ് ഇപ്പം പ്രവർത്തനരഹിതമായിരിക്കുന്നതെന്ന് അറിയില്ല. അങ്ങനെ നമ്മൾ ഒഫീഷ്യലി വീരാണി ആളൂർ എത്തിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇവിടെ എത്തിയത്. കാരണം മഴയൊക്കെ നമ്മൾ വരുന്ന വഴിയിൽ മഴ പെയ്തു. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഇവിടെ എത്തിയത്. അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെ ഒരു അമ്പലത്തിൻ്റെ ഫ്രണ്ടിലാണ് നിൽക്കുന്നത്. പഴയ കാലത്തുണ്ടായിരുന്ന ഒരു അമ്പലമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവിടെയാണ് നിൽക്കുന്നത്. ഇതാണ് നാഗരികാവിന് പ്രതിഷ്ഠ. അവിടെ മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇപ്പോഴും പലരും പ്രാർത്ഥിക്കാനായിട്ട് വരാറുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ കോവിൽ പൂർണ്ണമായിട്ടും കല്ലിൽ പണി കഴിപ്പിച്ച ക്ഷേത്രമാണ്. പിന്നെ ഒരുപാട് വർഷത്തെ പഴക്കമുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. 4 വശവും കാടുകളാൽ ചുറ്റപ്പെട്ട ഒരു അമ്പലമാണ് ഇത്. ആ കോവിലിന് എത്രത്തോളം പഴക്കമുണ്ടെന്ന് ഈ അമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ആ അമ്പലത്തിൽ നിന്ന് പുറത്തിറങ്ങി. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ ഒരു ആമ്പൽ കൃഷിയാണോ അതോ വളർന്നു കിടക്കുന്നതാണോ എന്ന് അറിയത്തില്ല. അത്രയും ഭംഗിയിൽ ഇവിടെ ഒരുപാട് ഇങ്ങനെ ലോഡ് കണക്കിന് വളർന്ന് കിടപ്പുണ്ട്. അമ്പലത്തിന് മുമ്പിലുള്ള പുഴയിലാണ് ഇത്രയും ആമ്പൽ ചെടികൾ അതിമനോഹരമായി പൂത്ത് നിൽക്കുന്നത്. അതൊരു വല്ലാത്തൊരു കാഴ്ചയാണ്, അതിമനോഹരമായ കാഴ്ച. നോക്കത്താ ദൂരത്ത് കണ്ണുനിട്ടിരിക്കുന്ന ആമ്പൽ ചെടികൾ. എവിടെ നോക്കിയാലും ആമ്പൽ ചെടികൾ മാത്രമാണ്. അങ്ങ് ദൂരെ അഗ്നിപർവ്വതം പോലെ തിളങ്ങി നിൽക്കുന്ന മലനിരകളും പൊങ്ങി നിൽക്കുന്നുണ്ട്. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് പോവാം. നമ്മളിനി എന്തായാലും ഈ കാണുന്ന വഴി നമ്മൾ നേരെ എന്തായാലും വണ്ടിയിൽ പോകാം. അത്യാവശ്യം നടന്ന് പോകാനുള്ളതേ കാണത്തുള്ളൂ. എന്നിരുന്നാലും നമുക്ക് വണ്ടി പോകാം, കാരണം പരിചയമില്ലാത്ത സ്ഥലമാണല്ലോ. നമ്മളങ്ങനെ വണ്ടിയിൽ പോകാനായിട്ട് പോയപ്പോഴത്തേനും അവിടെ നിന്ന് പശുക്കൾ നടന്നു വരുന്നുണ്ട്. നമ്മൾ പിന്നെ പശുവിൻ്റെ അടുത്ത് വെറുതെ വഴി ചോദിച്ച് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. അപ്പം പശു ചേച്ചി പറഞ്ഞ് നേരെ പോയാൽ മതി കേട്ടോ. പിന്നെ നമ്മൾ നേരെ അങ്ങ് പോയി. ശരിക്കും വീരാണി ആളൂർ എന്തുകൊണ്ടാണ് കൂടുതൽ ആൾക്കാരും വരുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ മുമ്പിൽ കാണുന്ന ഈ സ്ഥലത്തൂടെ ഒരു റെയിൽവേ ട്രാക്കുണ്ട്. അതുവഴി ട്രെയിൻ വരുന്ന ദൃശ്യം എന്ന് പറഞ്ഞാൽ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. അതിലുള്ളവർക്ക് അതിൽ കൂടുതൽ മനോഹരത നിറഞ്ഞൊരു സംഭവം കൂടെയാണ്. അപ്പോൾ അത് കാണുവാനും അവിടുത്തെ വീഡിയോ എടുക്കാനും വേണ്ടിയിട്ടാണ് ഒരുപാട് പേര് ഇവിടെ കൂടുതൽ വരുന്നത്. നമ്മളങ്ങനെ വീരാണി ആളൂരിൻ്റെ മെയിൻ അട്രാക്ഷൻ ഭാഗത്ത് എത്തിയിരിക്കുകയാണ്. കുറച്ച് നേരത്തെ, ഒരു 5 മിനിറ്റ് നേരത്തെ നമ്മൾ വന്നിരുന്നുവെങ്കിൽ അവിടെ കൂടെ ട്രെയിൻ പോകുന്ന ഒരു ദൃശ്യം നമുക്ക് എടുക്കാനായിട്ട് പറ്റുമായിരുന്നു. മിക്ക വീഡിയോസിലും റീൽസിലും ഒക്കെ കണ്ടിരുന്ന ആ ഒരു സിനിമാറ്റിക് ഷോട്ട് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റിയത്. ഇനി എപ്പോൾ ട്രെയിൻ വരുമെന്ന് അറിഞ്ഞുകൂടാ. വരികയാണെങ്കിൽ അതിനെ എങ്ങനെയും എടുക്കാനായിട്ട് നോക്കും. അതായത് ഭയങ്കര ഭംഗിയുള്ളൊരു സ്പോട്ടാണ്. അത് കന്യാകുമാരിക്ക് അടുത്താണ് തോന്നുന്നത് അല്ലേ? കന്യാകുമാരിക്ക് അടുത്തല്ലേ? കന്യാകുമാരി ഇവിടെ നിന്ന് ഒരു 20-25 കിലോമീറ്റർ. കന്യാകുമാരി ഇവിടെ നിന്ന് ഒരു 20-25 കിലോമീറ്റർ ഉള്ളൂ. അപ്പം നമ്മുടെ ട്രെയിൻ ഇതിനടുത്ത് തന്നെ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ട്രെയിനിൽ ഇറങ്ങിയിട്ട് വളരെ അടുത്ത് വരാവുന്ന ഒരു 5 കിലോമീറ്ററിനകത്തേ വരുള്ളൂ. ഇതെല്ലാം കൂടെ നമുക്ക് നടന്ന് 5-10 കിലോമീറ്റർ, 10 വരില്ല, ഒരു 5 കിലോ, മാക്സിമം ഒരു 5 കിലോമീറ്ററിനകത്തേ വരുള്ളൂ. നടന്ന് വിശദമായിട്ട് കണ്ടിട്ട് പോകാൻ പറ്റിയ ഒരു സ്പോട്ടാണ്. 3 മണിക്ക് ശേഷം അല്ലെങ്കിൽ അതിരാവിലെ, അതാണ് ബെറ്റർ ആയിട്ടുള്ളൊരു സമയം എന്ന് പറയുന്നത്. നമ്മളങ്ങനെ തിരിച്ച് ലെമൂർ ബീച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്നൊരു ട്രെയിനിൻ്റെ സൈറൻ കേട്ട്. അപ്പം തന്നെ നമ്മൾ അടുത്ത് ഞാൻ പോകാമെന്ന് വിചാരിച്ചിരുന്നതാണ്. നമ്മൾ ലെമൂറിന് പോവാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, ലെമൂർ പോകാൻ പറ്റുമോ എന്നൊക്കെയുള്ളൊരു ഇതിനകത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു ദൈവദൂതരെ കിടക്ക് ഒരു ട്രെയിനിൻ്റെ ശൂളം വിളി കേട്ടത്. നമ്മളത് ഷൂട്ട് ചെയ്തു അല്ലേടാ? അതെ. അപ്പോൾ ഇനി നമ്മൾ നേരെ ലെമൂർ ബീച്ചിലാണ്. അപ്പം അങ്ങോട്ട് പോകാം. അങ്ങനെ അപ്രതീക്ഷിതമായി കിട്ടിയ ട്രെയിനിൻ്റെ വീഡിയോ എടുത്തുകൊണ്ട് നമ്മൾ ഇനി നേരെ പോകുന്നത് ലെമൂർ ബീച്ചിലാണ്. അപ്പോൾ നമുക്കത് അടുത്ത വീഡിയോയിൽ കാണാം.